നമ്മളിന്ന് റാഗിപ്പൊടി വെച്ചിട്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് റാഗിപ്പൊടി ഇട്ടെടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ സോഡപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു മുട്ട ചേർത്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വാനില എസൻസ് ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കായി പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്തായാലും ചേർത്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. റാഗിൻ്റെ ആ ഒരു ചവ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാനിതിലോട്ട് ശർക്കര വെള്ളമാട്ടോ ഒഴിച്ചെടുക്കുന്നത്. ശർക്കര ഉരുക്കിയിട്ട് അരിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കല്ലും മുള്ളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുപോലെ ചേർത്തെടുത്തോണ്ട് അപ്പോൾ ഒന്നായിട്ട് ഒഴിച്ചെടുക്കണ്ട, കുറേശ്ശായിട്ട് ഒഴിച്ചെടുക്കുക. നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഉള്ള അത്ര ലൂസ് മതി കേട്ടോ. ഞാൻ 3 കഷ്ണം ശർക്കര എടുത്തിട്ടാട്ടോ ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 10 മിനിറ്റ് സമയം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതിൽ റവ ചേർത്തതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെക്കുമ്പോൾ അപ്പോൾ വെള്ളം ഒന്നുകൂടി ഒന്ന് വറ്റും. അപ്പോൾ ഇത് ഇഡ്ഡലി ചെമ്പിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തേച്ചെടുക്കുക. അപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ റവ ഒക്കെ പൊതിർന്നിട്ട് ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ മാവ്. അപ്പോൾ നമുക്ക് ഇത്ര ടൈറ്റ് ആവാൻ പറ്റില്ല. അത് കുറച്ചും കൂടി ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല വെച്ചെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ തട്ടിൽ ഞാൻ ഫ്രീ ആയി അങ്ങനെ വെച്ചെടുത്തേക്കാണ്. അതിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ തട്ടിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു ഈർക്കിളി അല്ലെങ്കിൽ പിന്നെ എന്തായാലും എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ ഇതിൽ നിന്ന് എടുക്കരുത്. ചൂടൊക്കെ ആറി വന്നതിൻ്റെ ശേഷം എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും ചെയ്യും. അപ്പോൾ അത് ബാക്കിയുള്ളത് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.